ഇന്ത്യയിലെ ക്രൈസ്തവ മതവിശ്വാസികളുടെ ക്രിസ്തുമസ്, അതിൻ്റെ ആഘോഷങ്ങൾ ഭീഷണിയുടെയും ഭയാശങ്കകളുടെയും നിഴലിലാണത്രേ. അത് പറഞ്ഞത് ജിഹാദി, തീവ്രവാദി, കൊങ്ങി, കമ്മി അടക്കമുള്ളവരാരുമല്ല. പറഞ്ഞത് CBCI ആണ്, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. അവർ പറഞ്ഞിരിക്കുന്നു ഭീതിദായകമായ അന്തരീക്ഷത്തിലാണെന്ന്. ഈ സന്ദർഭത്തിൽ എനിക്കൊരാളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമേൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അയാളെ കാണാത്തതുകൊണ്ട് ഹൃദയം പൊട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിയാകുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ ക്ലിപ്പുകൾ രാവിലെ മുതൽ തപ്പിയിട്ട് ലഭ്യമല്ല. ആ കണ്ണിറയെ കാണാൻ, മനം നിറയെ കേൾക്കാൻ, അകതാരിൽ ഉൾപ്പുളകം ചൂടാൻ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്ന ആളിൻ്റെ പേര് കരിമ്പിൻകാല എന്നാകുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു വാചകം ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ്, അതുകൊണ്ട് ക്രിസ്ത്യൻസിന് ഒന്നും സംഭവിക്കില്ല. വിശ്വാസം രക്ഷിക്കട്ടെ എന്നും അവനവൻ്റെ വിശ്വാസം അവനവന് കരുതലാകട്ടെ എന്നുമൊക്കെ ബൈബിളുകളിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ക്രിസ്തുമസിൻ്റെ മനോഹരമായ പുൽക്കൂടൊരുക്കുന്ന രാവുകളിൽ, മഞ്ഞ് പെയ്യുന്ന മനോഹര രാവിൽ തീർച്ചയായും എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ആ കരിമ്പിൻകാലയുടെ വാചകങ്ങൾ ഒന്ന് കേൾക്കാൻ കൊതിയുണ്ട്. ആ വാചകങ്ങൾ ആരെങ്കിലും കേട്ടത് കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒന്ന് പേസ്റ്റ് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ദേ, ക്രിസ്തുമസ് ആഘോഷം ഇനിയൊന്ന് കാണാം. अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. उठा ले ବଡ଼ଦାଣ୍ଡରେ ଆସିକି ଡିସେମ୍ବର 24 ପାରି ବନ୍ଦ ତମେ ତାକୁ କଲେକ୍ଟର ପାଖକୁ ନହେଲେ ଲୋକାଲ ଆସିକି ଦିଅ, ଏମାନେ ଏଠି ବସି ପାରିବେ. ତୁମେ ଆମେ ବଡ଼ଦାଣ୍ଡରେ ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି ଇଏ କ'ଣ ବିକୁଛ? ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି କ'ଣ ଖ୍ରୀଷ୍ଟିଆନ ବିକିଲଣି ତମେ? ആ നിൽക്കുന്ന പയ്യൻ അവിടെ നിൽക്കുന്നത് അവനും ഇന്ത്യയിലെ ദേശീയവാദിയായ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ്. അതിന് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയിരുന്നെങ്കിൽ എപ്പോഴേ കാലപുരിക്ക് അയച്ചേനെ. ഏതായാലും അതുകൂടാതെ CBCIയുടെ പ്രസ്താവനയിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ആസൂത്രിതമായ അക്രമങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത്. സമാധാനപരമായി കരോൾ പാടുന്നവർക്കും പള്ളികളിൽ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയവർക്കുമെതിരെ ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും ഭയമില്ലാതെ ആരാധിക്കാനും ജീവിക്കാനുമുള്ള അവകാശങ്ങളെയും ഗുരുതരമായി ഹനിക്കുന്നതാണെന്ന് CBSE പ്രസ്താവനയിൽ പറയുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കരിമ്പിൻകാലയുടെ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പ്ലേ ചെയ്തോണം. ആ ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ മുഴങ്ങി കേൾക്കണം. ഏത് ആണൊരുത്തനാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് ജിഹാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും സംരക്ഷണം നൽകി കാത്തുകൊള്ളുമെന്ന സാക്ഷാൽ കരിമ്പിൻകാലയുടെ ആ ഹൃദയവാക്യങ്ങൾ. ജബൽപൂരിൽ മതപരിവർത്തനം ആരോപിച്ച് യുവതിയെ മർദ്ദിച്ച സംഭവം ഞെട്ടലുണ്ടാക്കുന്നു. ക്രിസ്തുമസ് ഭീഷണിയുടെ നിഴലിലാണ്. ജബൽപൂരിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ അഞ്ജു ഭാർഗവയെ BJP പുറത്താക്കണം. അതിക്രമങ്ങൾ നടത്തുന്ന സംഘടനകൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും CBCI ആവശ്യപ്പെട്ടു. ക്രൈസ്തവർക്കെതിരെ ഡിസംബർ 24-ന് ഛത്തീസ്ഗഡിൽ ബന്ദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നത് ആശങ്ക പ്രകടിപ്പിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നുള്ള കാഴ്ച അത് നിങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു കാണും. അഞ്ജു ഭാർഗവ എന്ന് പറയുന്ന BJPയുടെ ഒരു വനിതാ അധ്യക്ഷയാണ് ചെന്ന് കാഴ്ചയില്ലാത്ത ഒരു അന്തേവാസി മന്ദിരത്തിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ച് ബലമായി ഈ പറഞ്ഞതുപോലെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴും കരിമ്പിൻകാലയുടെ വാചകം അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കണം എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രിയമുള്ള ഒരാൾ വന്ന് സംരക്ഷിക്കും എന്നുറപ്പുള്ളതുകൊണ്ട് ആ പ്രിയമുള്ള ഒരാളിന് വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായ ആ ശബ്ദത്തെ എങ്ങനെ അവഗണിക്കാനാവും? ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾക്ക് മന്ത്രിയുണ്ട്, ഞങ്ങൾക്ക് MP ഉണ്ട്, ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം അസ്ഥാനത്താകുന്നതാണ് ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ കാണുന്നത്. പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രൈസ്തവ സഹോദരന്മാർക്കും സമാധാനത്തോടെ ഭയാശങ്കകളില്ലാതെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പുറത്തിറങ്ങിയുള്ള കരോളും ക്രിസ്തുമസ് ട്രീയും
മറ്റാഘോഷങ്ങളുമൊക്കെ സ്വപ്നത്തിലാകാതിരിക്കാൻ വേണ്ടി കരിമ്പങ്കാലയോടൊപ്പം നിൽക്കണമോ കാസയോടൊപ്പം നിൽക്കണമോ അതുപോലെയുള്ള ആളുകളോടൊപ്പം നിൽക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആ സമൂഹം നന്നായി വിലയിരുത്തട്ടെ. ക്രൈസ്തവ പ്രാർത്ഥനകളിൽ ഈ ജിഹാദിയും അതുപോലെ തന്നെ ഊഹാദിയും പുഹാദിയും ഒക്കെ കളഞ്ഞിട്ട് അവനവൻ ജീവിക്കുന്ന മൂട് കത്തിക്കുന്നവരെക്കുറിച്ച് ആലോചിച്ച് പ്രാർത്ഥിക്ക്. മനസാന്തരം വരാൻ, നന്മയുണ്ടാകാൻ. ഒരിക്കൽ കൂടി കരിമ്പങ്കാലയെ ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുന്നു. മഹാനായ കരിമ്പങ്കാലയെ വേഗം മടങ്ങി വരൂ. ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പണ്ടത്തെ പോലെ സ്തുതി പാടൂ, വീണമീട്ടു, ഒറ്റക്കമ്പിനാദം മാത്രം മൂളും എന്ന് പറയുന്ന ആ പാട്ടിന് തുല്യമായ ആ ശബ്ദം കേൾക്കാൻ കൊതിയാകുന്നു. വേഗം വരൂ.